യുടെ ചാർജ് ഷീറ്റിന് ശേഷം മാത്രമേ ഞാൻ ഇടപെടാൻ പറ്റൂ. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് ഷീറ്റിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഇടപെടും. പക്ഷേ അതിലെ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിഞ്ഞാൻ നടത്തിയ സർക്കുലർ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളൊക്കെ മർമ്മസ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി. ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, കാരണം ദേവസ്വം ബോർഡിന് സ്വതന്ത്ര അധികാരമാണ്. പക്ഷേ എങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതവർ നടപ്പാക്കുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇത് തുടർച്ചയാണല്ലോ, LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടാണല്ലോ. ജയകുമാർ എന്ന് പറഞ്ഞാൽ തികച്ചും നിഷ്പക്ഷനായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ മിനിഞ്ഞാന്നത്തെ ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുത്തണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോകും.